എനിക്കും അറിയില്ല ഞാൻ എന്നെ ഇത്ര അധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്ന് ചിലപ്പോൾ എനിക്കും അറിയില്ലായിരിക്കും. പക്ഷെ അന്ന് എനിക്ക് ജഗദീഷ് ശ്രീകുമാർ എന്നൊരു ആക്ടറിന്റെ മൈലേജ് എത്രയാണെന്ന് എനിക്ക് ശരിക്കും അറിയില്ലായിരുന്നു. ബട്ട് നൗ ഐ അണ്ടർസ്റ്റാൻഡ് എന്തുമാത്രം മൈലേജ് ആണ്. ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്ന പോലും പപ്പയുടെ പേരിലല്ലേ. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല ആ ഒരു ഗ്രേറ്റ് ആക്ടറിന്റെ മകളായതുകൊണ്ടല്ലേ ഞാൻ ഇന്ന് ഇവിടെ അതിനകത്ത് അമ്പിളിച്ചേട്ടൻ എപ്പോഴും ഒരു സംസാരത്തിൽ പറഞ്ഞ ഈ അമ്പിളിച്ചേട്ടൻ സ്വന്തമായിട്ടുണ്ടാക്കിയ 3 രസമുണ്ടല്ലോ, അതിൽ 1-2 വീട്ടിൽ നിന്ന് പഠിച്ചാണെന്നാ പറഞ്ഞത്. ആണോ അമ്മ? ചേച്ചി ഏതാ പഠിപ്പിച്ചു കൊടുത്ത പറ. ഞാൻ പഠിപ്പിച്ചില്ല, സ്വന്തമായിട്ട് പറഞ്ഞത്. സ്വന്തം ഉണ്ടാക്കി പറഞ്ഞാണ്. പക്ഷെ ഉണ്ടാക്കി പറയാൻ നല്ല ബിരുദനാണ്. പക്ഷെ ആ ശൃംഗാരഭാവം എന്തായാലും കരച്ചേച്ചി കണ്ടിട്ടുണ്ടാവൂല്ലോ ഒരുപാട്. ഇല്ലേ? ശൃംഗാരവും രൗദ്രവും ഒക്കെ കണ്ടിട്ടുണ്ട്. രൗദ്രം കണ്ടിട്ടുണ്ട്. എന്റെ പപ്പയ്ക്ക് രൗദ്രം വന്നാ പിന്നെ ശിവന്റെ താണ്ഡവമാണ്. പപ്പയ്ക്ക് ദേഷ്യം ഞാൻ അപ്പം തന്നെ അമ്മയോട് പറയും, അമ്മേ ഞാൻ ഉറങ്ങാൻ പോവാണ്, എന്നെ നാളെ വിളിച്ചാൽ മതി, ഞാൻ അപ്പം തന്നെ കിടന്നുറങ്ങും. പിന്നെ ഒരു മാലപ്പടക്കമാണ്. പിന്നെ മാലപ്പടക്കമാണ്. ദേഷ്യം വന്നാ ഈസ് ലൈക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ആര് വിളിച്ചാലും ഇവിടെ വന്ന് കേറിയിട്ടുണ്ടല്ലേ? ആ ബാലബന്ധം കേറിയിട്ടുണ്ട്. ദേഷ്യം വന്നാ എന്താണ് നശിപ്പിച്ച് കളയും. പാത്രമൊക്കെ എടുത്തെറിയോ? അല്ല, കയ്യിലെ മൊബൈലാണെങ്കിൽ അപ്പം നശിപ്പിച്ച് കളയും. എത്ര മൊബൈൽ പോയിട്ടുണ്ടെങ്കിൽ? 2-3 പോയി. അങ്ങനെ 3 മൊബൈൽ അടിച്ചു പൊടിച്ച് കളഞ്ഞ കുട്ടി. അതെ, ദേഷ്യം വന്ന ഫ്രണ്ട്സിനോട് എന്തോ സംസാരിച്ചതാ. അങ്ങനെ സംസാരിച്ച് ദേഷ്യം വന്ന മൊബൈൽ എടുത്ത് പടക്കേതിട്ടു. ഞാൻ ക്യാച്ച് പിടിക്കുന്നു. അമ്മയും എടുത്തില്ല. പിന്നെ ഞാൻ തന്നെ എല്ലാം കഴിഞ്ഞ് പോയി എടുത്തപ്പോഴേക്കും ഫോൺ ഓൺ ആവുന്നില്ല. അങ്ങനെ അച്ഛന് ചില ഗുണങ്ങളുണ്ട്. എന്റെ ഫ്രണ്ട് ചോദിച്ച പോലെ അച്ഛന്റെ നല്ല ഗുണങ്ങൾ എന്താന്ന് വെച്ചാൽ, ആദ്യ സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ അച്ഛന്റെ ആ ഓർമ്മകൾക്ക് മുമ്പിൽ ഒന്ന് നിന്ന ശേഷമാണ് ശ്രീലക്ഷ്മി പോയത്. ഇപ്പോഴും ഞാനൊരു പ്രോഗ്രാമിലും ക്യാമറക്ക് മുന്നിൽ വന്നാൽ എപ്പോഴും പ്രാർത്ഥിച്ചിട്ടേ വരാറുള്ളൂ. ഞാനിപ്പോൾ സംവിധാനം ചെയ്ത വൺസ് അപ്പോൺ എ ടൈം ദേർ വാസ് എ കള്ളൻ എന്ന ചിത്രത്തിൽ നായികയെ അന്വേഷിച്ച് കുറേ അലഞ്ഞു. എൻ്റെ മനസ്സിലുള്ള ആ ഒരു മലയാളി പെൺകുട്ടിയുടെ മുഖം ഒടുവിൽ ചെന്നെത്തിയത് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ അമ്പിളിച്ചേട്ടൻ്റെ മകളിലാണ്, ശ്രീലക്ഷ്മി. സത്യത്തിൽ കുറേ ആൾക്കാർക്ക് വേണ്ടി ശ്രമിച്ചു. ഒടുവിൽ ഒരു നിമിത്തം പോലെയാണ് ശ്രീലക്ഷ്മിയിൽ എത്തിച്ചേർന്നത്. ഈ സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ ഈ കഥ ഞാനും ശ്രീ കലവൂർ രവികുമാറും പറയുമ്പോൾ ആ കഥാപാത്രത്തെ ഏത് രീതിയിലാണ് ശ്രീലക്ഷ്മി കൺസീവ് ചെയ്തത്? വൺസ് അപ്പോൺ എ ടൈം ദേർ വാസ് എ കള്ളൻ ഇതുവരെ റിലീസ് ആയിട്ടില്ല, റിലീസ് ആവാൻ പോകുന്നേ ഉള്ളൂ. ആ സിനിമയുടെ സ്ക്രിപ്റ്റ് രവിചേട്ടൻ എന്ന് പറഞ്ഞാൽ നവ്യ, ഭാവന, അങ്ങനെ ഒരുപാട് മലയാളികൾക്ക് ഇഷ്ടമുള്ള നായികകളെ ആദ്യമായി മലയാളത്തിലുള്ള മലയാളികൾ ഇഷ്ടപ്പെടുന്ന നായികമാരെ കൊണ്ടുവന്ന ഒരാളാണ് രവിചേട്ടൻ. അപ്പോൾ രവിചേട്ടൻ്റെ സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് കേട്ടപ്പോൾ ശരിക്കും ശ്രീലക്ഷ്മിയുടെ ഒരു എക്സ്റ്റൻഷൻ ആയിരുന്നു അതിൽ വിനീത എന്ന് പറഞ്ഞ ക്യാരക്ടർ. ഞാൻ കേട്ട് ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു, രവിചേട്ടാ എന്നെ തപ്പിപ്പിടിച്ച് എന്റെ അടുത്ത് വന്നതാണ്. അയ്യോ, രവിചേട്ടനുണ്ടോ? ഹായ്, ശ്രീലക്ഷ്മിയോടുള്ള എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, എനിക്ക് പലപ്പോഴും ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ ജയതിച്ചേട്ടനോട് കഥ പറയുമ്പോൾ തോന്നിയിട്ടുള്ളത്, അദ്ദേഹം ആ കഥയിൽ തൻ്റെ പങ്ക്, തൻ്റെ റോളിൻ്റെ ഇമേജ് ഒരിക്കലും നോക്കാറില്ല. ഏതൊരു കഥാപാത്രമാണ്, അത് നെഗറ്റീവാണോ അല്ലെങ്കിൽ അങ്ങനെ പോസിറ്റീവാണോ, അതൊന്നുമല്ല. ആ കഥാപാത്രം എന്താണ്, ആ സിനിമയിലെ ആ കഥാപാത്രത്തിൻ്റെ പങ്ക് എന്താണെന്ന് ആലോചിച്ചിട്ടുള്ളൂ. അതായത് തൻ്റെ പ്രതിച്ഛായ ഒരിക്കലും അദ്ദേഹം ആലോചിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് പലപ്പോഴും, പ്രത്യേകിച്ച് നായിക നടിമാരോട് കഥ പറയുമ്പോൾ എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടുള്ളത്, അവരുടെ റോളിനെ കുറിച്ച്, അത് നെഗറ്റീവ് ആവരുത്, അല്ലെങ്കിൽ ഒരു ഈവൻ എന്താ പറയുക, ഒരു ഗ്രേ ഷെയ്ഡ് പോലും ഉണ്ടാവുന്ന റോളുകൾ ചെയ്യാൻ അവർക്ക് മടിയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടാണ്. എന്താണ് ശ്രീലക്ഷ്മി അതായത് സിനിമയിലേക്ക് വരുന്ന പുതിയ കുട്ടികളിൽ ഒരാളാണ്. ശ്രീലക്ഷ്മി എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? ശ്രീലക്ഷ്മി റോളുകൾ തിരഞ്ഞെടുക്കുന്നതിൽ എന്താണ് മാനദണ്ഡം? പ്രതിച്ഛായ ശ്രീലക്ഷ്മിക്ക് ഒരു പ്രശ്നമാണ്. ഈ റോള് പറഞ്ഞപ്പോൾ എന്തായിരുന്നു ആദ്യം? രവിചേട്ടൻ ആദ്യമത്തെ സ്ക്രിപ്റ്റ് പറഞ്ഞു. വിനീത എന്നാണ് ക്യാരക്ടറിന്റെ പേര്. അച്ഛനുണ്ട്, പക്ഷെ അച്ഛൻ വേറൊരു ഫാമിലി ആയിട്ട് ലിവിങ് ടുഗെദർ ആണ്. അപ്പോൾ അമ്മയും മോളും ഒരു അനിയനും അനിയത്തിയുമാണ് ശ്രീലക്ഷ്മിക്കുള്ളത്. അപ്പോൾ ശ്രീലക്ഷ്മി വർക്ക് ചെയ്താണ് ഈ കുടുംബം നോക്കുന്നതും. അച്ഛൻ ഹെൽപ്പിനില്ല. ഞാൻ പറഞ്ഞു, ഓക്കെ, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു സ്ട്രേറ്റ് ഓപ്പോസിറ്റാണ്. പക്ഷെ എവിടേക്കോ ശ്രീലക്ഷ്മിനെയും ചുറ്റിപ്പറ്റി വന്നിട്ടുണ്ട്, ഒന്ന് ഇട കയറി കിടപ്പുണ്ട്. അപ്പം ആ റോൾ എനിക്ക് ചെയ്യാൻ വേണ്ടി സ്ക്രീനിൽ വന്നപ്പോഴും ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. പല ഡയലോഗ്സ് പറയുമ്പോഴും ഞാൻ ആലോചിക്കും, ദൈവമേ, ഈസ് ഇറ്റ് ലൈക്ക്
പലപ്പോഴും ശ്രീലക്ഷ്മിയുടെ ഒരു എക്സ്റ്റൻഷൻ ആയിരുന്നു വിനീത. അതാണ് എനിക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റുന്നത്. പിന്നെ രവിചേട്ടൻ ചോദിച്ച പോലെ ഞാൻ റോൾസ് എനിക്ക് ഇങ്ങനെ 1000കണക്കിന് സിനിമ ചെയ്യണം അല്ലെങ്കിൽ 5000 സിനിമ ചെയ്യണം അങ്ങനെയൊന്നും ആഗ്രഹമില്ല. 10 സിനിമയാണെങ്കിൽ 10ഉം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന കഥാപാത്രം ചെയ്യണം. 10 സിനിമ ആയാലും ശ്രീലക്ഷ്മി അതിൽ ചെയ്ത ക്യാരക്ടർ നന്നായിരുന്നു കേട്ടോ. എൻ്റെ ആദ്യത്തെ ഇപ്പം റിലീസായത് ഓടും രാജ ആടും റാണി, അതിൽ ഞാൻ ചെയ്തത് എൻ്റെ 18 ഇയേഴ്സിൽ ഞാൻ ചെയ്തത് ഒരു 30+ ഏജ് ഉള്ള ഒരു ക്യാരക്ടറാണ്. അത് ചിലപ്പോൾ എനിക്ക് ഫീൽ ചെയ്തേക്കാം, അയ്യോ ഇപ്പൊ ഞാൻ അത്രയും ഏജ് ആയിട്ടുള്ള ചെയ്താൽ ഇനി എനിക്ക് പ്രശ്നമാവോ, അങ്ങനത്തെ റോൾസ് വരും. അങ്ങനെയല്ല ഞാൻ ആലോചിച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സിനിമകളിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടാൻ പാടാണ്. ചെയ്തു നോക്കാം, അതൊരു ചാലഞ്ച് അല്ലേ. ശ്രീലക്ഷ്മി ഗ്ലാമർ റോളുകൾ അങ്ങനെയുള്ള ഇപ്പൊ ഫാസ്റ്റ് നമ്പേഴ്സ്, ഐറ്റം നമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സിനിമയിൽ അതൊക്കെ വലിയ ചേരുവകളാണ്. ഇതിനോടൊക്കെ ഉള്ള സങ്കല്പം എന്താണ്? ഞാനൊരു ഡാൻസറാണ്, പക്ഷെ വൾഗാരിറ്റി കാണിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ കംഫർട്ടബിൾ ആണെങ്കിൽ ഞാൻ ചെയ്യും. ഇപ്പം മലയാളത്തിലേക്ക് വരുന്ന പിച്ച് വെച്ച് വരുന്ന നടികളുടെയൊക്കെ മനസ്സിൽ ചില പ്രതീകങ്ങളുണ്ടാവും. പഴയകാല നടികൾ, പിന്നീടുള്ള വേണമെങ്കിൽ മഞ്ജു വാര്യർ, കാവ്യ മാധവൻ, അങ്ങനെ ഒരുപാട് നടികളുണ്ടാവും. എന്താണ് ശ്രീലക്ഷ്മിയുടെ മനസ്സിലുള്ളൊരു? എനിക്കെപ്പോഴും ഞാൻ തന്നെ ആയിരിക്കണം എന്ന ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് ആരെയും അതേപോലെ കോപ്പി ചെയ്യാൻ ആഗ്രഹമില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഹീറോയിൻ ശോഭന മാം. ബിക്കോസ് മാം ഒരു ഗ്രേറ്റ് ഡാൻസറാണ്. പുള്ളിക്കാരുടെ പാഷൻ ഇറ്റ്സെൽഫ് ഇസ് ഡാൻസ്. പക്ഷെ ആ ഡാൻസർ സ്ക്രീനിലേക്ക് വരുമ്പോൾ ഷീ ഈസ് നോട്ട് എ ഡാൻസർ എനിമോർ. അവിടെ പുള്ളിക്കാരി ആ ഒരു ക്യാരക്ടറാണ്. പക്ഷെ ഡാൻസ് പുള്ളിക്കാരി അതിൽ ഒരുപാട് ഹെൽപ്പും ചെയ്യുന്നുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു ഹീറോയിൻ ശോഭന മാം. ഓടും രാജയാണ് അഭിനയത്തിന്റെ ഒരു കഴിവ് എങ്ങനെയാണെന്നൊന്ന് മാറ്റുരയ്ക്കാൻ വേണ്ടി തന്ന സിനിമ അല്ലേ? അതിനകത്തൊരു വേറൊരു സന്ദർഭവശാൽ പറഞ്ഞു പോകേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഒരു വലിയൊരു നടി കാലുമാറിയതുകൊണ്ടാണ് എനിക്ക് വന്നത്. പ്രിയാമണിയെ കാസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ പ്രിയാമണി അഭിനയിക്കേണ്ട റോളിലാണ് ശ്രീലക്ഷ്മി വന്നത്. അപ്പൊ അങ്ങനെ ഒരു വശവും കൂടി ഇതിനകത്തുണ്ട്. അത് ഏറ്റവും വലിയ പോസിറ്റീവ് വശമാണ്. വരട്ടെ. എൻ്റെ കാസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് മലയാളത്തിലെ ഒരുവിധപ്പെട്ട എല്ലാ ആക്ട്രസുകളുടെയും അടുത്ത് പോയിട്ടുണ്ട്. ഒരുവിധപ്പെട്ട എല്ലാവരും സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടു, ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുകയും പിന്നീട് കൂടെ അഭിനയിക്കുന്നത് ആരൊക്കെയാണെന്ന് നോക്കിയിട്ട് ഇതിൽ നിന്ന് സ്ലിപ്പ് ചെയ്യുകയും ചെയ്തു. അതൊരിക്കൽ നമ്മുടെ JB ജംഗ്ഷനിൽ തന്നെ ഇത് ചർച്ച ചെയ്യപ്പെട്ടുള്ളൊരു വിഷയമാണ്. അപ്പോൾ പുതിയ തലമുറയുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് സിനിമയോടല്ല, ആ കഥാപാത്രത്തോടല്ല, ഇതിൻ്റെയൊക്കെ പുറമേയുള്ള ഒരു തരം പകിട്ടിൻ്റെ പുറകെ പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. വല്ലാതെ നമ്മളെ ഹർട്ട് ചെയ്ത ഒരു സംഭവമാണ്. ഇനിയിപ്പോൾ ശ്രീലക്ഷ്മിയും വളർന്നു വരുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഇനി എന്തായിരിക്കും ശ്രീലക്ഷ്മി? അതൊരു ബേസിക് നിങ്ങളുടെ ഒരു കമ്മിറ്റ്മെൻ്റ് ആണ്. അതെന്തായിരിക്കും എന്ന് അറിയാനൊരു താല്പര്യമുണ്ട്. എന്താണ്, സിനിമയാണോ കഥാപാത്രമാണോ അതോ സിനിമയുടെ പുറമേയുള്ളൊരു പകിട്ടാണോ നിങ്ങൾ കാണുന്നത്? നിങ്ങളുടെ ക്യാരക്ടർ സെലക്ഷൻ എങ്ങനെയായിരിക്കും? വളരെ പ്രസക്തമായ ചോദ്യം. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ സിനിമയോ അഭിനയവുമായി ബന്ധപ്പെടാത്ത ബാഹ്യമായിട്ടുള്ള പല കാരണങ്ങളുടെ മുകളിലുമാണ് പല നടികളും നടന്മാരും ചില തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പം അങ്ങനത്തെ ചില ചതിക്കുഴികളിലേക്ക് ശ്രീലക്ഷ്മി കാലെടുത്ത് വെക്കുവോ അതെയോ ഒരു ശുദ്ധമായ അഭിനയത്തിന്റെ ഒരു സബരിയായിരിക്കുമോ? എനിക്ക് നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം എന്നാണ് ആഗ്രഹം. ഇപ്പം ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ എന്തോരം ബിഗ് ബഡ്ജറ്റ് മൂവീസ് നമ്മുടെ തിയേറ്ററിൽ ബോക്സ് ഓഫീസ് ഹിറ്റ് ആവാണ്ട് പോകുന്നു. അത് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരുപാട് നായികമാരുടെയും സിനിമകൾ ബോക്സ് ഓഫീസ് ഹിറ്റ് ആവാണ്ട് പോകുന്നു. അപ്പം ഹിറ്റ് ആവുന്നില്ലയോ അതല്ല എൻ്റെ കൺസേൺ. നമ്മൾ ചെയ്താൽ ഓബിയസ്ലി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടണം, എന്നെ ആ റോളിൽ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം, എൻ്റെ കഥാപാത്രം എല്ലാവരുടെ മനസ്സിലും തങ്ങണം എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ശ്രീലക്ഷ്മി. ആദ്യം അഭിനയത്തിൽ ഒരു പ്രതിഫലം കയ്യിലേക്ക് കിട്ടി, ചെറിയ കാര്യമല്ലത്. ഈ ചെറിയ വയസ്സിൽ എത്ര കിട്ടി ഞാൻ ചോദിക്കില്ല. എന്നാ കാരണം അറിയാം, അത് ഇൻകം ടാക്സ് ആരും ഒന്നും എന്നെ പിടിക്കാൻ എന്ത് ചെയ്തു കയ്യിൽ വെച്ചിട്ട്? എനിക്ക് ആദ്യമായിട്ട് അഡ്വാൻസ് തന്നത് അരോമ മണിയങ്കിളാണ്. അയ്യരൻ പാകിസ്ഥാൻ ആണ് സിനിമയുടെ പേര്. പക്ഷെ അതെന്തോ മുടങ്ങിപ്പോയി. പക്ഷെ എനിക്ക് മണിയങ്കിൾ അന്ന് എനിക്ക് അഡ്വാൻസ് ചെയ്തത് 10 രൂപയുടെ കോയിൻ ഇല്ലേ, അങ്ങനത്തെ 30 കോയിൻ തന്നാണ് എനിക്ക് എന്റെ കയ്യിൽ തന്നത്. അതായത് ദക്ഷിണ പോലെ 300 കോയിൻസ് ആണ് എനിക്ക് തന്നത്. അല്ലാണ്ട് അഡ്വാൻസ് വേറെ തരും, പക്ഷെ അല്ലാണ്ട് എനിക്കൊരു ദക്ഷിണയായിട്ട് ആ ഒരു ഇതുപോലെ തന്നത്. ഒരു കിഴി കെട്ടി 10ന്റെ കോയിൻസ് 30 എനിക്ക് തന്നു. അത് ഇപ്പോഴും എൻ്റെ അൽമറയിൽ ഭദ്രമായി ഞാൻ വെച്ചിട്ടുണ്ട്. സിനിമ നടക്കോ നടക്കാതിരിക്കോ എന്നല്ല, പക്ഷെ എനിക്ക് ആദ്യമായിട്ട്
എനിക്ക് പ്രതിഫലം തന്നതും മണി അങ്കിളാണ്. പിന്നീട് കിട്ടിയ പ്രതിഫലങ്ങളൊക്കെ എന്ത് ചെയ്തു? കലച്ചേച്ചിലേക്ക് കൊടുത്തോ, അമ്മയുടെ അടുത്ത് കൊടുത്തോ? പിന്നീട് കിട്ടിയ പ്രതിഫലങ്ങളെല്ലാം പഠിക്കേണ്ട ആവശ്യങ്ങളുണ്ടായിരുന്നു, ഹോം ലോൺ തീർക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു, കാർ ലോൺ തീർക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു, റെന്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെ പോകും. അടിച്ചു പൊളിച്ച് കളയുന്നൊരു സ്വഭാവം ഉണ്ടോ കലച്ചേച്ചി? കുറച്ചുണ്ട്, പക്ഷെ അതൊക്കെ അംഗീകരിച്ചു കൊടുത്തിരിക്കുകയാണ്. പഠിക്കുന്ന കുട്ടിയല്ലേ, അപ്പം മറ്റൊപ്പം നടക്കണ്ടേ. ഫസ്റ്റ് ഷോ എല്ലാ സിനിമയും ഞാൻ തിയേറ്ററിൽ പോയി കാണും. അതാണ് എൻ്റെ അമ്മ അപ്പൊ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി കുറച്ച് പൈസ ശ്രീലക്ഷ്മി ചെലവഴിച്ചോട്ടെ. അല്ല, അത് എന്നോട് പറഞ്ഞിട്ടാ എടുക്കുന്നത്. കാർഡൊക്കെ എന്റെ കയ്യിൽ തന്നെയാണ്. ഓ അത് ശരി. എന്റെ മേടിച്ചിട്ടാ പോകുന്നത്. എന്റെ മേടിച്ചിട്ട് പോകും. ഇനി ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, അധികം എടുക്കരുത് എന്ന് ഞാൻ പറയും. അപ്പൊ അതനുസരിച്ച് ചെലവ് ചെയ്യത്തുള്ളൂ. ഇപ്പം കലച്ചേച്ചിക്ക് ഒരു സുരക്ഷിതത്വ ബോധം ഉണ്ടോ? ഇപ്പൊ ഉണ്ട്. അമ്പലച്ചേട്ടൻ ഇല്ലാത്തതിന്റെ ആ ശൂന്യത ശ്രീലക്ഷ്മി നികത്തി അത് തുടങ്ങി. നികത്തി തരുന്നത് മകളാണ്. ജീവിതത്തിൽ എന്തൊരു സമാധാനത്തോടെയാണ്. എനിക്ക് തോന്നുന്നു ഒരു മകൾക്ക് ഏറ്റവും കൂടുതൽ സായുജ്യം ഉണ്ടാകുന്ന ആക്സിഡന്റ് പറ്റിയ സമയം അമ്മയ്ക്ക് സാരീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഒരു കടയിൽ പോയാലും അമ്മ സാരി നോക്കിയിട്ട് പറയാം, ആ നല്ല രസമുണ്ടല്ലേ ലച്ചു. ഞാൻ അമ്മ മേടിക്ക്. അയ്യോ ഇപ്പൊ മേടിക്കണ്ട, അത് വേണ്ട ലച്ചു. അപ്പൊ അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. കാരണം ഇപ്പൊ പപ്പ ഉണ്ടായിരുന്നെങ്കിൽ അമ്മയ്ക്ക് മേടിച്ചു കൊടുക്കൂലേ. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം. ഞാൻ അതെന്താ അമ്മ ഇത്ര ഇൻസെക്യൂർ ആയിരിക്കണേ, അമ്മയ്ക്ക് സാരിയില്ല, ഞാൻ മേടിച്ചു തരൂലേ. അത് വേണ്ട, അത് നിന്റെ സേവിങ്സിൽ ഇരുന്നോട്ടെ. ഞാൻ എന്താ നാളെ ഞാൻ ചത്തുപോയാൽ എന്ത് ചെയ്യും? ആ 2000 രൂപ കൊണ്ട് എനിക്ക് പോകാൻ പറ്റുമോ? ഇല്ലല്ലോ. പക്ഷെ അമ്മയുടെ മനസ്സിൽ നിന്നെ നന്നായിട്ട് ആർപ്പാടുപൂർവ്വം കെട്ടിച്ചുവിടാനുള്ള ഒരു കാണാം അല്ലേ? അല്ലേ? തീർച്ചയായിട്ടും. എത്ര പവനാണ് കലാചേച്ചി മുടക്കാൻ തീരുമാനിച്ചത്? ഞാനിപ്പോ കെട്ടാൻ പോകുന്നില്ല, ഇനി ഇത് കണ്ട് പ്രപ്പോസൽ പരസ്യമായിട്ട് പറയണോ? പരസ്യമായിട്ട് പറയണ്ട. പക്ഷെ എന്തായാലും ഞാനൊരു കാര്യം പറയാം ശ്രീലക്ഷ്മി, അമ്മയാണോ കണക്കുകൂട്ടലുകൾ ആരംഭിച്ചിട്ടുണ്ടാവും? കണക്കൂട്ടൽ അമ്പിളിച്ചേട്ടൻ തന്നെയാണ് ആദ്യമേ ആരംഭിച്ചത്. അമ്പിളിച്ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ മൂത്ത മകളേക്കാൾ 1 പവനെങ്കിലും കൂടുതൽ എൻ്റെ ഈ മകൾക്കിട്ടേ ഞാൻ അയക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് എന്ത് കൊടുത്തു അതിൽ നിന്ന് 1 രൂപയെങ്കിലും കൂടുതൽ ഇവർക്ക് ഞാൻ ചെയ്യത്തുള്ളൂ എന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇങ്ങനെയായി. ആ വാക്ക് ഞാൻ പാലിച്ചിരിക്കും. എത്രാം വയസ്സിൽ ശ്രീലക്ഷ്മി കല്യാണം കഴിക്കണം എന്നൊക്കെയാണ്? അവർക്ക് 25 വയസ്സിൽ മതി എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. 25 വയസ്സിൽ ഇവിടെ കെട്ടിക്കും അല്ലേ? കഴിഞ്ഞിട്ട് 25-26 കെട്ടിക്കണം. എനിക്ക് ടെൻഷനായി തുടങ്ങി ഇപ്പോഴേ. അല്ല അപ്പോഴേക്കും സിവിൽ സർവീസ് ആയാലോ? അതായി ആയിക്കോട്ടെ. എന്തായാലും മറ്റേല് മാറ്റമില്ല. ഇല്ല, അത് കൊടുക്കാനുള്ള കൊടുക്കും. അതല്ല 25-26 മാറ്റമില്ല. ഇല്ല, അതപ്പോ തന്നെ നടത്തി. 26 ആണ്. ലാസ്റ്റ് 26 അപ്പൊ ഇല്ല. അപ്പൊ റെഡിയാണ്. വരട്ടെ. ശ്രീലക്ഷ്മിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറുപ്പത്തിലെ കലാകായിക മത്സരങ്ങൾ വളരെ മുൻപിലായിരുന്നു. അവളുടെ അച്ഛൻ്റെ എല്ലാവിധ ഗുണങ്ങളും കിട്ടിയിട്ടുള്ള കലാപരമായിട്ടാണെങ്കിലും എല്ലാ രീതിയിലും ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള മകളാണ് അവൾ. അതുകൊണ്ട് തന്നെയാണ് അവൾ അച്ഛൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകളായി തീർന്നത്. ജഗദീഷ് ശ്രീകുമാർ എന്ന നടൻ്റെ മകളായി ഏറെ അറിയപ്പെട്ട ശ്രീലക്ഷ്മി ആ അച്ഛൻ്റെ മകളായി അറിയപ്പെടുന്നതിൽ ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നിയ നിമിഷം ഏതൊക്കെയാണെന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാമോ? ബന്ധുവാണല്ലേ? എന്റെ അമ്മയുടെ ബ്രദറാണ്. ഇപ്പം എന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കുന്നത് മാമനാണ്. അതെ, അമ്മാവനാണ്. ഇളയ അമ്മാവൻ. എന്ത് ടെൻഷനല്ലേ ഫേസില്. അവനിങ്ങനെ ശ്രീലക്ഷ്മിയെ പോലെ അങ്ങനെ ക്യാമറ ഫ്രണ്ട്ലി അല്ലല്ലോ. പക്ഷേ കലച്ചേച്ചി എനിക്കൊന്ന് സിനിമയിലേക്ക് അഭിനയിച്ചുകൊണ്ടാണ് വളരെ കൂളായി ഇരിക്കുന്നത് അല്ലേ? ഇല്ല, തുടങ്ങിയപ്പോ ഇത്തിരി ടെൻഷൻ ഫേസിലുണ്ട്. എനിക്കറിയാലോ. അതിനിപ്പോ ഫുൾ കൂളായി. ഏറ്റവും അഭിമാനം തോന്നിയൊരു മുഹൂർത്തം? ഞാനും പപ്പയും ഒരുമിച്ച് സ്റ്റേജിലിരുന്ന് പപ്പ പ്രസംഗിച്ചു, അതിനുശേഷം ഞാൻ പ്രസംഗിച്ചു. ഞാനും പപ്പയും ഒരുമിച്ച് വേദിയിൽ ഗസ്റ്റ് ആയിരുന്ന നിമിഷം ദാറ്റ് വാസ് ലൈക്ക് അതൊരു ഏറ്റവും കൂടുതൽ കൈയടി കിട്ടിയത് ശ്രീലക്ഷ്മിക്കാണോ അതെയോ? സത്യം പറ. രണ്ടുപേർക്കും കൈയടി കിട്ടി കേട്ടോ. പക്ഷെ പിള്ളേരായിരുന്നു അവിടെ കൂടുതലും. സ്കൂളിലായിരുന്നു. അപ്പം കുറച്ച് നമുക്ക് സ്കൂളിൽ ഒരാളെ കൊണ്ടുവരണം. അങ്ങനെയാണ്. ഒരു വലിയ പിതാവിൻ്റെ മകളായിരുന്നു ശ്രീലക്ഷ്മി. എൻ്റെ ഒരു ആഗ്രഹം ആ പിതാവിനേക്കാൾ വലിയ മകളായി ശ്രീലക്ഷ്മി മാറണം. ദൈവം കഴിവ് തന്നിട്ടുണ്ട്. ആ കഴിവ് വികസിപ്പിച്ച് അപ്പനേക്കാൾ വലിയ വ്യക്തിയായിട്ട് ശ്രീലക്ഷ്മി മാറുന്നത് കാണുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് ശ്രീലക്ഷ്മി എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞാലും സന്തോഷം. സ്കൂൾ പ്രിൻസിപ്പൽ അല്ലേ? അതെ, ക്രൈസ്റ്റ് നഗറിലെ എൻ്റെ പ്രിൻസിപ്പളായിരുന്നു തെങ്ങുംപള്ളി അച്ഛൻ. എനിക്ക് തോന്നുന്നു ടീച്ചേഴ്സിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ എന്നെയും പപ്പേനെയും ഏറ്റവും നന്നായിട്ട് അറിയാമെന്നുള്ള ഒരു വ്യക്തി തെങ്ങുംപള്ളി ഫാദറാണ്. എന്ന് വെച്ചാൽ അച്ഛൻ എന്നോട് പലപ്പോഴും ചോദിക്കും,
10ാം ക്ലാസ്സായ മോളെ കാറിൽ മടിയിരുത്തിക്കൊണ്ട് പോകുന്ന അപ്പനെ ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത് എന്ന് എന്നോട് ചോദിക്കും, പപ്പയോടും ചോദിക്കും. അപ്പം അച്ഛന്റെ സ്കൂളിലായിരുന്നു ഞാനും പപ്പയും ഗസ്റ്റായി പോയതും ഞങ്ങൾ രണ്ടുപേരും ഒരു വേദിയിലിരുന്ന് പപ്പയെ മറികടക്കുന്ന കൈയ്യടി മേടിച്ചത് അതെ അല്ലേ? ശരി തന്നെയാണോ ഈശ്വർ? ആണോ? ശരിയാണ്. അച്ഛനെ കിട്ടിയേക്കാളും കൂടുതൽ കൈയ്യടി മോൾക്ക് കിട്ടി. കിട്ടി കിട്ടി. നേരത്തെ പിള്ളേർക്കെല്ലാം ചോക്ലേറ്റ് മേടിച്ചു കൊടുത്തിരുന്നോ? ഇല്ല ഇല്ല. അങ്ങനെയൊന്നും കൊടുത്തില്ല. അച്ഛൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട് തീർച്ചയായും. ഈ അച്ഛൻ്റെ, അതായത് ഈ അമ്പിളി അച്ഛനേക്കാളും കഴിവുള്ള വെല്ലുന്നൊരു മകളായിട്ട് മാറണം, അതെ, ഒരു ടാർഗറ്റാണ്. പക്ഷേ അത് ശ്രീലക്ഷ്മി വലിയൊരു ഉത്തരവാദിത്വം. എന്താ കാരണം അറിയോ? വലിയൊരു ഉത്തരവാദിത്വം. സാധാരണ ഒരു നടി വരുന്ന പോലെയല്ല. അമ്പിളിച്ചേട്ടൻ്റെ മകളാന്ന് പറയുമ്പോൾ തന്നെ അങ്ങ് കയറി പോൾ വാൾട്ടിൽ കയറ്റിയിട്ടിട്ട് ഈ ആൾക്കാർ അതിന്റെ മുകളിൽ കൂടെ ചാടണം, മേലെ കൂടി ചാടണം. അതിനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അല്ലേ? മൂപ്പറ ചാട്ടം എന്ന് പറഞ്ഞാൽ ചെറിയ ചാട്ടമായിരുന്നില്ല. ലോങ് ജമ്പും ഹൈ ജമ്പും ട്രിപ്പിൾ ജമ്പൊക്കെ ഒരുമിച്ച് ആടിക്കൊണ്ടിരുന്ന ആളാണ്. എന്തൊരു ചാട്ടമാണ് ചാടിയത്! അപാരം. എനിക്കൊന്ന് ഹൈ ജമ്പ് എന്ന് പോലും പറയാൻ പറ്റില്ല, സാറ് പറഞ്ഞ പോലെ. അതും പപ്പ പക്ഷെ അത്ര ഡെഡിക്കേറ്റഡ് ആയിരുന്നു. എന്നോട് പറഞ്ഞിട്ടുണ്ട് 17 വയസ്സ് കഴിഞ്ഞപ്പോൾ എന്തോ ചെന്നൈയിൽ പോയി സിനിമയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ പപ്പയുടെ അച്ചാച്ചൻ്റെ ആഗ്രഹം പപ്പയെ ഒരു IAS കാരനാക്കണം എന്നായിരുന്നു. പക്ഷെ പപ്പയ്ക്ക് നേവിക്കാരനാകണം എന്നായിരുന്നു ആഗ്രഹം. പപ്പയ്ക്ക് അങ്ങനെയായിരുന്നു ആഗ്രഹം, ഒപ്പം സിനിമയും. പക്ഷെ പപ്പ എല്ലാം ഉപേക്ഷിച്ച് സിനിമയിലേക്ക് വന്നു. എന്നിട്ട് എന്നെ പപ്പയ്ക്ക് നേവിക്കാരനാകാൻ ആഗ്രഹമായിരുന്നുണ്ട് സ്കൂളിൽ വെച്ച് തന്നെ എന്നെ NCC ചേർത്തു. ഈ ശരീരം വെച്ച് ഞാൻ പറഞ്ഞു പപ്പ എനിക്ക് പറ്റുന്നില്ല, ഇനി NCC വിടരുത്. അങ്ങനെ NCC ഞാൻ ഒഴിഞ്ഞു. പക്ഷെ IAS ഞാൻ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ എന്റെ അപ്പനെ പറ്റിച്ച് ഓടി. പക്ഷെ നീ ഇനി ഞങ്ങൾ രണ്ടുപേരെയും പറ്റിക്കാൻ പറ്റില്ല. അപ്പോൾ അത് അച്ചാച്ചന്റെ ആഗ്രഹമായിരുന്നു. ഇതിങ്ങനെ തലമുറയായിട്ട് ഇങ്ങനെ പങ്കിട്ടു. ഈ പടങ്ങളൊക്കെ തിയേറ്ററിൽ പോയി കാണുമ്പോൾ എന്താ ശ്രീലക്ഷ്മി? ഞാൻ ആ സമയം ജനിച്ചിട്ട് പോലും പിന്നീട് കാണുന്നുണ്ട്. പിന്നീട് ഞാൻ സ്ക്രീനിൽ TV വരുമ്പോ കാണുമ്പോൾ ഞാനിങ്ങനെ അയ്യോ പപ്പ എങ്ങനെയാ പപ്പ അതങ്ങനെ ചാടിയേ, അങ്ങനെ ഭയങ്കര ക്യൂരിയോസിറ്റിയാ കുഞ്ഞിലെ. ഈ പപ്പ എങ്ങനെ രാവിലെ ഷൂട്ടിംഗ് പോകണമെന്ന് പറഞ്ഞു പോകും, പക്ഷെ TVയുടെ അടുത്തോട്ടല്ലല്ലോ പോകുന്നത്, പിന്നെ എങ്ങനെ പപ്പ TVക്കുള്ളിൽ കയറും? അതായിരുന്നു ആദ്യത്തെ ചോദ്യം. ഞാൻ പപ്പ ബായി പറഞ്ഞ് കാറിൽ കയറി പോവല്ലേ, പക്ഷെ പപ്പ പിന്നെ TV ഇടുമ്പോ TVയിലാണല്ലോ വരുന്നത്. പക്ഷെ പപ്പനെ ഞാൻ TVയുടെ പുറകെ പോകുന്നതും കണ്ടിട്ടില്ല. അപ്പൊ പപ്പ എങ്ങനെ TVയുടെ ഉള്ളിൽ കയറണേ? എന്റെ പ്രധാനപ്പെട്ട സംശയം അതായിരുന്നു, എങ്ങനെ TVക്കുള്ളിൽ പപ്പ കയറുന്നു. അങ്ങനെ പിന്നെ എന്നെ പപ്പ ഒരു ആഡ് ചെയ്യിപ്പിച്ചു ബേബി ഓയിലില്. എന്നിട്ടുണ്ട് ഇനി നീ കണ്ടോ നീ എങ്ങനെയാ TVയുടെ ഉള്ളിൽ വന്നേന്ന്. ഓക്കെ, അങ്ങനെ എന്റെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തന്ന ഒരാളായിരുന്നു. ഇത്രയും ഭംഗിയായി ഹാസ്യം ചെയ്യാൻ ഈ ചലച്ചിത്ര ലോകത്ത് മറ്റാരും കഴിഞ്ഞില്ല. ഒരുപാട് പേർ വന്നിറങ്ങിപ്പോയി. പക്ഷേ ജഗതി ശ്രീകുമാർ എന്ന നടൻ അന്നും ഇന്നും എന്നും മലയാള ഹാസ്യ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നൊരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ ആ കഴിവ് തീർച്ചയായും മറ്റ് പലർക്കും കഴിയാതെ പോയ ആ കഴിവ് നിലനിർത്താൻ ചലച്ചിത്ര ലോകത്ത് ശ്രീലക്ഷ്മിക്ക് ഹാസ്യരസപ്രധാനമായ കഥാപാത്രങ്ങൾ ചെയ്യുന്നതിനോട് താല്പര്യമുണ്ടോ? അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ അത് അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നതിനോട് എന്താണ് ശ്രീലക്ഷ്മിയുടെ അഭിപ്രായം? ചെയ്യാൻ പറ്റുമോ ശ്രീലക്ഷ്മി? അയ്യോ എനിക്ക് സത്യമായിട്ടത് അറിയില്ല കേട്ടോ. എന്നാൽ ഒരാളെ കരയിപ്പിക്കാൻ പിന്നെയും നമുക്ക് ഈസിയാണ്, പക്ഷെ ഒരാളെ ചിരിപ്പിക്കാന്ന് പറഞ്ഞാൽ എത്ര ഇക്കിളി ഇട്ടാലും ചിരിക്കാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഒരാളെ ചിരിപ്പിക്കാന്ന് പറഞ്ഞാൽ അത് മനസ്സ് തുറന്ന് ചിരിപ്പിക്കാന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്, മോസ്റ്റ് ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. അപ്പം എനിക്ക് ആൾക്കാരെ ചിരിപ്പിക്കാൻ കഴിവുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. കലച്ചേച്ചി എങ്ങനെയാ വീട്ടില് ഇവള് കുറുമ്പും നർമ്മവും തമാശയൊക്കെ ഉണ്ടോ? അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ല. എങ്കിലും അത് അമ്പിളിച്ചേട്ടൻ വീട്ടിൽ അങ്ങനെ തമാശയില്ലല്ലോ. അതെ, പുള്ളിക്ക് അതാണ് സ്ക്രീനിൽ മാത്രമേ ഉള്ളൂ. വീട്ടിലാള് യഥാർത്ഥ ജീവിതത്തിൽ വളരെ കർക്കശക്കാരനാണ്, ഭയങ്കര സ്ട്രിക്റ്റ്. ഒരുപക്ഷെ ആ ഒരു സ്വഭാവം കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ വേണമെങ്കിൽ തിമിർത്താടാൻ പറ്റും. നോക്കണം ഇനി അങ്ങനെ ഒരു. എന്തായാലും ശ്രീലക്ഷ്മി വലിയ വലിയ വെല്ലുവിളികളാണ് ഇനി ജീവിതത്തിലുള്ളത്. പക്ഷെ അതൊക്കെ അവസരങ്ങളുമാണ്. എല്ലാ ചലഞ്ചും ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. എനിക്ക് തോന്നുന്നു ജീവിതത്തിലെ ഏറ്റവും സംഘർഷ നിർഭരമായിട്ടുള്ള സാഹചര്യങ്ങൾ അവസാനിച്ച് പുതിയൊരു ഭാസുരമായിട്ടുള്ള ഒരു വീതിയിലേക്ക് ശ്രീലക്ഷ്മിയും ഒപ്പം സാധാരണത്തിൽ മകളുടെ കൈപിടിച്ച് അമ്മ നടക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇന്ന് അമ്മയുടെ കൈപിടിച്ച് മകൾ മുമ്പോട്ട് നടക്കുകയാണ്. അതാണ് നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സത്യം. ആ കൈകൾ എപ്പോഴും മുറുക്കെ പിടിക്കട്ടെ, മുമ്പോട്ട് ഒരുപാട് പോകട്ടെ. അമ്പിളിച്ചേട്ടൻ ഒരു പക്ഷേ ബോധം നിലവാരത്തിലേക്ക് വരികയും സംസാരിക്കാൻ കഴിയുകയും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരികയും ചെയ്യുമ്പോൾ അഭിമാനിക്കാനുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ
ഈ കൊച്ചു പെൺകുട്ടി പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്രയും നേരം നമ്മളുമായിട്ട് സമയം ചെലവഴിച്ചതിന് മകൾക്കും അമ്മയ്ക്കും. ഇപ്പം പലപ്പോഴും ഈ പ്രോഗ്രാം വരുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ദൈവമേ എൻ്റെ പപ്പ ഈ സീറ്റിൽ വന്നിരുന്നെങ്കിൽ കുറേ അധികം കാര്യങ്ങൾ പ്രേക്ഷകർക്ക് അറിയാൻ പറ്റിയേനെ എന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം എനിക്കാണ് ആ ഒരു അവസരം കിട്ടിയത്. എന്നാലും എന്താ പറയുക, ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയുമ്പോഴാണ് ജീവിതം എന്താണെന്ന് നമ്മൾ അറിയുന്നത്. നമ്മൾ കോളേജിൽ പോയാലും നമ്മുടെ കയ്യിലൊരു 100 രൂപ ഉണ്ട് എന്നാൽ നമ്മൾ റിച്ചാണ്, അല്ലെങ്കിൽ ഒരു കാറിൽ പോയി എന്നാൽ നമ്മൾ ലൈഫ് കളർഫുള്ളാണ്. നമ്മുടെ അപ്പനും അമ്മയുണ്ട്, അപ്പൻ്റെ കാശ് കൊണ്ട് ജീവിക്കാം അല്ലെങ്കിൽ അമ്മയുടെ കാശ് കൊണ്ട് ജീവിക്കാം എന്ന് ആർക്കെങ്കിലുമൊക്കെ അങ്ങനത്തെ ആഗ്രഹമുണ്ട്. അതായത് സുഖമായി ജീവിക്കുക എന്ന് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു തോട്ട് ഒരിക്കലും മനസ്സിൽ വെക്കരുത്. എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് സുഖിക്കുമ്പോൾ ദൈവം അത് മേലേന്ന് കാണും. എൻ്റെ അച്ഛൻ എന്തുമാത്രം വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. അന്ന് പപ്പ ചെലവിന് തരുന്നു, നമ്മൾ അടിപൊളിയായി ജീവിക്കുന്നു, അങ്ങനെയാണ്. പക്ഷേ പപ്പ എന്തുമാത്രം ഉറക്കം ഒഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ എന്തുമാത്രം വെയിലിൻ്റെ ചുവട്ടിൽ നിന്നിട്ടാണ്, അല്ലെങ്കിൽ എന്തോരം ലൈറ്റ്സിൻ്റെ മുമ്പിൽ നിന്നിട്ടാണ് ആ കാശ് ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കി തുടങ്ങിയത് ഇപ്പോഴാണ്. അന്ന് ചിലപ്പോൾ ഞാൻ പപ്പ ഒരു ഡ്രസ്സിന് കാശ് തന്നെ ഞാൻ ചിലപ്പോൾ പിണങ്ങുമായിരിക്കും, എന്താണ് എനിക്ക് ഡ്രസ്സ് മേടിച്ച് തരാൻ പറ്റില്ല, നമ്മൾ പിണങ്ങുമായിരിക്കും. പക്ഷേ ദൈവത്തെ ഓർത്ത് ലൈഫ് എല്ലാവരും മെച്യൂറായി കാണുക, ഒട്ടും ഇമ്മെച്യൂറായിട്ട് ആരും ലൈഫിൽ ആക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ. എസ്പെഷ്യലി ഗേൾസ് ഒരുപാട് ഈ കുറേ ടോക്കറ്റീവായി ബബ്ലീസ് നടക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ലൈഫ് മാക്സിമം മെച്യൂറായി കാണണം, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. സ്വാമിനി ശ്രീലക്ഷ്മി ആൺപിള്ളേർ എപ്പോഴും ബോൾഡ് ആണല്ലോ, പക്ഷെ പെൺപിള്ളേരാണ് പൊതുവെ എപ്പോഴും ഷൈ ആയി പോകുന്നത്. ഒരുത്തൻ നോക്കിയാൽ ചിലപ്പോൾ ഇപ്പുറത്ത് നിന്ന് കരയും, അയ്യോ അവൻ എന്നെ നോക്കി, അങ്ങനെ ആവല്ലേ. നമ്മൾ തിരിച്ച് പ്രതികരിക്കാനുള്ളത് പഠിക്കണം, അത്രേ ഉള്ളൂ. ശ്രീലക്ഷ്മി, ഈ ഒരു തൻ്റെ ഇടവും ഈ ഒരു നിശ്ചയദാർഢ്യവും ഈ പറഞ്ഞ പോലൊരു ദിശാബോധവും എന്നും ശ്രീലക്ഷ്മിക്ക് ഉണ്ടാകട്ടെ, ഒരിടത്തും ഇടറാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.